ഏറ്റുമാനൂർ നഗരസഭയിലെ ശാസ്താപുരം അമ്പനാട് റോഡിന്റെ ദുരവസ്ഥ മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. 2 പതിറ്റാണ്ടോളമായി റോഡിൽ ടാറിംഗ് നടത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡ് മഴ ആരംഭിച്ചതോടെ കുളമായി മാറി. റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം തേടി സമരരംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ഏറ്റുമാനൂർ നഗരസഭ 29, 31 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ശാസ്താപുരം അമ്പനാട് റോഡിന്റെ ദൈർഘ്യം 1 കിലോമീറ്ററോളമാണ്. റോഡിന് ഇരുവശത്തുമായി 2 കോളനികൾ ഉൾപ്പെടെ നിരവധി വീടുകളുണ്ട്. തങ്ങളുടെ ഏക ആശ്രയമായ റോഡ് 2 പതിറ്റാണ്ടോളമായി ടാറിംഗ് നടക്കാതെ തകർന്നു കിടക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. സാധാരണക്കാരുടെ ഏരിയയാണ് ഈ അമ്പനാട് പ്രദേശം. സാധാരണ ഉള്ള ആളുകളുടെ യാത്ര വളരെ അധികമുള്ള ഏരിയ. അപ്പോൾ ഓട്ടോറിക്ഷയും ഭാരവണ്ടികൾ, വലിയ ഭാരവണ്ടികൾ വരെ ഇതിലെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം വളരെ ഉറപ്പാക്കേണ്ടതുണ്ട്. അത് വഴിയുടെ സുരക്ഷിതത്വം അതും ഒരുപോലെ ബാധിക്കുന്നതായതുകൊണ്ട് വഴി ഒന്ന് സേഫ് ആകാനായിട്ട് അധികാരികൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. എൻ്റെ പേര് സീമ. ടാറിംഗ് തകർന്ന് കുണ്ടും കുഴിയുമായ റോഡിലൂടെ വാഹനയാത്ര ദുഷ്കരമായതോടെ ഓട്ടോറിക്ഷകൾ പോലും ഓട്ടം വിളിച്ചാൽ എത്താത്ത സ്ഥിതിയായിരുന്നു. ഇതിനിടെയാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കാനായി റോഡ് നെടുനീളം വെട്ടിപ്പൊളിച്ചത്. ഇതോടെ മണ്ണിളകി മഴക്കാലത്ത് റോഡ് ചെളിക്കുഴിയായി മാറി. ഇപ്പോൾ കാൽനടയാത്ര പോലും ദുരിതപൂർണമായി മാറി. ഞങ്ങളുടെ ഒരു റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് 2020 കഴിഞ്ഞിട്ട് പിന്നെ ടാറിങ് നടത്തുന്നുണ്ട്. 4-5 വർഷം 2002 പിന്നെ ടാറിങ് നടന്നിട്ടില്ല. കാരണം ഇത് 2 വാർഡിൽപ്പെട്ട മറ്റാ, ഒരു വാർഡ് അപ്പുറം ഒരു വാർഡ് ഇപ്പുറമായിട്ട്. അതുകൊണ്ട് ഇവിടുത്തെ മെമ്പർമാരും ഇവിടുത്തെ ഭരണാധികാരിയും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. പല പ്രാവശ്യം ഇവിടുത്തെ ആളുകളെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു, ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ യാതൊരു കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ള നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ, ഓരോ വണ്ടി 2 വീലറും ഒക്കെ ഉള്ളവരാണ്. ഞങ്ങൾ വീഴാതെ വീട്ടിൽ വന്ന ദൈവാനുഗ്രഹം എന്ന് മാത്രം പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്കാണ്. ഒരു രോഗികളെ കൊണ്ടുപോകാനായിട്ട് ഒരു ആശുപത്രി ഒരു ഓട്ടോറിക്ഷക്കാരെ വിളിച്ച് ആരും വരികത്തില്ല. ആ ഒരു അവസ്ഥയിലായിട്ട് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ബൈപ്പാസിലേക്ക് പോകണമെങ്കിൽ 1 കിലോമീറ്റർ അടുത്തുണ്ട്. പുതിയ ബൈപ്പാസ് വന്നതോടുകൂടി ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ വണ്ടി ഇതിലെ കയറി പോവുക. കാരിത്താസിൻ്റെ അവിടുത്തെ വഴി അടഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ട് വഴിയാണ് മുഴുവൻ MC റോഡിലേക്കുള്ള പോക്ക് മുഴുവൻ. അപ്പോൾ ഇവിടുന്ന് നല്ല യാത്രയുണ്ട്. മെഡിക്കൽ കോളേജ്, ESA, അതുപോലെ തന്നെ കാരിത്താസ്, ഇങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ യാത്ര ചെയ്യുന്ന ഈ റോഡാണ്. എൻ്റെ പേര് വർഗീസ് മാണി രാജു. ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണിയുള്ളതായും ഇവർ ചൂണ്ടിക്കാട്ടി. 2 ആഴ്ച മുമ്പ് പ്രദേശത്ത് ഒരു മരണമുണ്ടായപ്പോൾ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്നതിന് പോലും വലിയ പ്രയാസം നേരിട്ടു. 29, 31 വാർഡുകളിലെ കൗൺസിലർമാർ അടക്കം ജനപ്രതിനിധികളെല്ലാം ഈ റോഡിന്റെ വിഷയത്തിൽ നിസ്സംഗത പുലർത്തുന്നതായി നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ വൈകിയാൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുമെന്നും നാട്ടുകാർ പറഞ്ഞു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.